നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് DQ ആണ്, പ്രഭാസാണോ അല്ലെങ്കിൽ റാണ ദഗ്ബട്ടിയാണോ കൽക്കി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവരാരുമല്ല, ഇതാണ് റിയൽ കൽക്കി. ജോക്സ് അപ്പാർട്ട്, ഇവരിലാരാണ് കൽക്കി? മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് ഈ കഥയിൽ എങ്ങനെ വന്നു? ട്രെയിലറിൽ പറയുന്ന സുപ്രീം യാസ്കിൻ ആരാണ്? ഇതൊക്കെ നമുക്ക് കൽക്കിയുടെ 2 ട്രെയിലർ വെച്ച് കണ്ടുപിടിക്കാം. അശ്വത്ഥാമാവ് മഹാഭാരതത്തിന്റെ യുദ്ധത്തിന്റെ ടൈമിൽ അർജുനെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം എടുക്കുകയാണ്. ഇത് കണ്ട അർജുനൻ തിരിച്ചും ബ്രഹ്മാസ്ത്രം എടുക്കുന്നുണ്ട്. ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആറ്റം ബോംബിന്റെ ഒരു മുത്തപ്പനായിട്ട് വരും. ഇത് ചെന്ന് വീഴുന്നിടത്ത് 12 ബ്രഹ്മവർഷം, അതായത് 37 ട്രില്യൺ വർഷം മഴ പെയ്യില്ല. അതായത് ലിറ്ററലി ആ സ്ഥലം തന്നെ മുടിഞ്ഞു. ഇതിന്റെ ഇടയ്ക്കാണ് വ്യാസം വന്നിട്ട് ഇവർ രണ്ടുപേരോടും ഈ ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാൻ പറയുന്നത്. അർജുനൻ അപ്പൊ തന്നെ ബ്രഹ്മാസ്ത്രം തിരിച്ചെടുത്തെങ്കിലും അശ്വത്ഥാമാവ് നമ്മുടെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് അഭിമന്യുവിന്റെ ഭാര്യയുടെ ഗർഭത്തിലേക്ക് അത് അയക്കും. പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും കൃഷ്ണൻ വന്നിട്ട് അവരെ രക്ഷിക്കും. പക്ഷെ ദേഷ്യം വന്ന കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കും. അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ ഒരു ചൂടാമണിയുണ്ട്. അത് സറണ്ടർ ചെയ്തിട്ട് പുള്ളിയുടെ മേത്ത് യുദ്ധം കാരണം കുറെ മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും ഉണങ്ങാതെ കാലത്തിന്റെ അവസാനം വരെ അലഞ്ഞു നടക്കും. പക്ഷെ ഒരു ഗർഭിണിയോട് ചെയ്ത ഒരു തെറ്റിന്റെ പ്രായച്ചിത്തം പോലെ കൽക്കീനെ ജനിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അശ്വത്ഥാമാവാണ്. അപ്പൊ അതാണ് കൽക്കി എന്ന് പറയുന്ന സിനിമയിലെ അമിതാഭ് ബച്ചന്റെ അശ്വത്ഥാമാവിന്റെ ഗോൾ. ട്രെയിലറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അശ്വത്ഥാമാവിന് ആ ചൂടാമണി തിരിച്ചു കിട്ടുന്നുണ്ട്. അതുവരെ പുള്ളി ഭയങ്കര മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം വെച്ച് കെട്ടി നടക്കുകയായിരുന്നു. ആ ചൂടാമണി കിട്ടിയതിന് ശേഷം ബാലയുടെ പോലെ ഒരൊറ്റ ചവിട്ടിനാണ് ആ ബുജ്ജി എന്ന് പറയുന്ന കാറിനൊക്കെ തെറിപ്പിച്ചു കളയുന്നത്. അശ്വത്ഥാമാവ് ഇതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ദീപികയുടെ സുമതി എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. പക്ഷെ കൽക്കി എന്ന് പറയുന്ന ക്യാരക്ടർ തോന്നിയ സ്ഥലത്തോ തോന്നിയ സമയത്തോ അല്ല ജനിക്കുക. ഹിന്ദു മിത്തോളജി അനുസരിച്ച് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലവും ഉണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ശംബാല. ഈ കൽക്കി എന്ന് പറയുന്ന പടത്തിൽ 3 സ്ഥലമാണുള്ളത്. ഭൂമിയിലെ ആദ്യത്തെയും ഇപ്പൊ അവസാനത്തെയും പറയുന്ന കാശി, ഭൂമിനെ ഫുൾ ഊറ്റുന്ന പിരമിഡ് തിരിച്ചിട്ടേക്കുന്ന പോലെ ഒരു കോംപ്ലക്സ്, അതല്ലാണ്ട് 3ാമതൊരു സ്ഥലം കൂടിയുണ്ട്. അതാണ് ശംബാല. അവിടെ നിറച്ച് റെഫ്യൂജീസും റെബൽസും ആണ്. ഈ റെബൽസിന്റെ ഒക്കെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇവരൊരു ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. കൽക്കിയുടെ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സുപ്രീം യാസ്കിനാണ്. അതിൽ നിന്ന് അവർക്ക് ഫ്രീഡം വേണം. അപ്പൊ ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശംബാലയിലെ വില്ലേജ് ചീഫ് ആയിട്ടുള്ള വിഷ്ണു യശയാണ് കൽക്കിയുടെ അച്ഛൻ. അപ്പൊ കൽക്കിയുടെ അമ്മയായിട്ടുള്ള ദീപിക പദുകോൺ ചെയ്യുന്ന സുമതി എന്ന് പറയുന്ന ക്യാരക്ടർ കോംപ്ലക്സിലുള്ള ഒരാളാണ്. അത് ട്രെയിലറിന്റെ ഒരു ഭാഗത്ത് ഒരു ബൗണ്ടി നോട്ടിഫിക്കേഷൻ പ്രഭാസിന് വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ കോംപ്ലക്സിൽ നിന്ന് ഈ പുള്ളിക്കാരി ചാടുന്നുണ്ട്. അശ്വത്ഥാമാവും സുമതിയും ശംബാലയിൽ എത്തിയോ അതോ കൽക്കീനെ പ്രസവിക്കാൻ പറ്റിയോ എന്നാണ് ഈ പടത്തിന്റെ ഏകദേശം ഒരു മെയിൻ പ്ലോട്ട്. അപ്പൊ ഇവരെ തടയാന്നുള്ളതാണ് സുപ്രീം യാസ്കിന്റെ ഗോള്. അതാരാന്ന് വെച്ചാൽ ഹിന്ദു മിത്തോളജി അനുസരിച്ച് 4 യുഗങ്ങളാണുള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. എല്ലാ യുഗത്തിലും മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരങ്ങൾ വരും. അങ്ങനെ കലിയുഗത്തിൽ വരുന്ന അവതാരമാണ് കൽക്കി. കലിയുഗത്തിന്റെ മെയിൻ വില്ലനാണ് കലി. അപ്പൊ പുള്ളിയായിരിക്കും സുപ്രീം യാസ്കിൻ. അത് കമലഹാസനാണ് ചെയ്യുന്നത്. അത് പുള്ളിക്കാരൻ തന്നെ ആയിരിക്കണം എന്നില്ല. കാരണം കലിക്ക് രൂപമില്ല, അതൊരു ഇമോഷനാണ്. പുള്ളിക്ക് ആരെ വേണമെങ്കിലും പൊസസ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് കലി എന്നാണ് പറയുന്നത്. അപ്പൊ കൽക്കി വരാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും കലി ചെയ്യും. ട്രെയിലറിൽ തന്നെ ഒരു ഷോട്ടിൽ കാണിക്കുന്നുണ്ട് വയറ്റിലുള്ളൊരു കുഞ്ഞിനെ വരെ കൊല്ലുന്നു കളയുന്നത്. ആ ഷോട്ടിൽ തന്നെ നമുക്ക് സുമതീനം കാണാം. പക്ഷെ ഇതിലൊന്നും പെടാണ്ട് പുള്ളിക്കാരി അവിടെ നിന്ന് ചാടുന്നുണ്ട്. ഇവരുടെ ഇടയിലേക്കാണ് പ്രഭാസിന്റെ ഭൈരവ എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ വരുന്നത്. ഞാൻ വില്ലൻ എന്ന് പറയാൻ കാരണം നിങ്ങൾ ബുജ്ജി ആൻഡ് ഭൈരവ എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന്. നിങ്ങൾ ഇനി അത് കാണണമെന്നില്ല, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഭൈരവ എന്ന് പറഞ്ഞാൽ കാശിയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ഫസ്റ്റ് ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാശിയിൽ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗംഗാനദി വരെ പറ്റിപ്പോയി. പോരാത്തതിന് ഭൈരവയ്ക്ക് ഏതൊരു സാധാരണക്കാരനും പോലെയും ലോകം മൊത്തം കടമാണ്. ഭൈരവയ്ക്കും കാശിയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും ആ കോംപ്ലക്സിൽ പോയി ജീവിക്കണം. അവരെല്ലാവരും ഒരു സ്വർഗം പോലെ കാണുന്ന സ്ഥലമാണ് കോംപ്ലക്സ്. ഈ IELTS കിട്ടി എങ്ങനെയെങ്കിലും കാനഡയ്ക്ക് പോകണം എന്ന് പറയുന്ന പോലെ ഭൈരവയ്ക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി കോംപ്ലക്സിൽ പോയി സമാധാനമായിട്ട് ജീവിക്കണം. അപ്പൊ പുള്ളി ഒരു ബൗണ്ടി ഹണ്ടറാണ്. അതെന്താന്ന് വെച്ചാൽ ഈ കോംപ്ലക്സിലുള്ളവർ ഈ ആൾക്കാർ വല്ലതും അവർക്കെതിരായിട്ട് ക്രൈംസ് വല്ലതും ചെയ്യോ അല്ലെങ്കിൽ കോംപ്ലക്സിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ചാടി പോവുകയോ ചെയ്യുകയാണെങ്കിൽ വാണ്ടഡ് ലിസ്റ്റ് പോലെ ഇത്ര പൈസ തരാം ഇവരെ പിടിച്ചു കൊടുത്താന്നും പറഞ്ഞ് ബൗണ്ടി ഹണ്ടേഴ്സിന് അയച്ചു കൊടുക്കും. അതിലൊരാളാണ് പ്രഭാസ്. നമ്മുടെ അവിടുത്തെ ബിടെക്കാരുടെ പോലെ അവിടെ മുക്കിനും മൂലയിലും ബൗണ്ടി ഹണ്ടേഴ്സാണ്. പക്ഷെ ഇവർക്കൊക്കെ നല്ല അത്യാവശ്യം സെറ്റ് വണ്ടികളും ഉണ്ട്. ഭൈരവയ്ക്കാണെങ്കിൽ ഒരു സൈക്കിൾ പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചപ്പും ചവറും കൂട്ടിയിട്ട് ഒരു കൂമ്പാരത്തിൽ നിന്ന് ബുജ്ജി എന്ന് പറയുന്ന ഒരു AI-നെ പുള്ളിക്ക് കിട്ടുന്നത്. അപ്പൊ ബുജ്ജി എങ്ങനെ ഇവിടെ വന്നു? ബുജ്ജി കോംപ്ലക്സിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പ്ലെയിനിൽ ഉണ്ടായിരുന്ന ഒരു AI ആണ്. ഒരു മിഷന്റെ ഇടയിൽ റെബൽസ് വന്ന് ആ പ്ലെയിൻ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ബുജ്ജി ഇവിടെ എത്തിയത്. അപ്പൊ ബുജ്ജിയുടെയും ഗോൾ എന്താന്ന് വെച്ചാൽ ആ കോംപ്ലക്സിലേക്ക് തിരിച്ചു കയറണം എന്നാണ്. കാരണം അവിടെ പോയ പുള്ളിക്കാരിക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പൊ ഭൈരവേനെ പറ്റിച്ച് കോംപ്ലക്സിൽ കയറാനാണ് ബുജ്ജി ആദ്യം നോക്കുന്നത്.
പറയുന്നത് ബുജ്ജി ഭൈരവനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഭൈരവനെ കൊണ്ട് ഒരു കാർ ഉണ്ടാക്കും. ആ കാർ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ കണ്ണി കണ്ട സ്ഥലത്ത് നിന്ന് പ്രഭാസ് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടാണ്. അങ്ങനെ ആ കാർ ഉണ്ടായ ദിവസം തന്നെ പുള്ളിക്കാരി പ്രഭാസിനെ പറ്റിച്ചുകൊണ്ട് കോംപ്ലക്സിലേക്ക് പോകും. കോംപ്ലക്സിലേക്ക് എടുക്കാൻ അവിടുത്തെ ഗാർഡ്സ് സമ്മതിക്കില്ല. അപ്പോഴാണ് പ്രഭാസ് ബുജ്ജിനെ റീകോൾ ചെയ്യുന്നത്. ബുജ്ജിക്ക് തന്നെ അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഭൈരവ ബുജ്ജിനെ 100% വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബുജ്ജിയുടെ ഒരു കൺട്രോള് ഭൈരവയുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അറിയുമ്പോൾ ബുജ്ജിയും ഭൈരവയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കും. പക്ഷെ അവസാനം അവർ തീരുമാനിക്കും ഒരുമിച്ച് വർക്ക് ചെയ്ത് നമുക്ക് കോംപ്ലക്സിൽ കയറാം. അപ്പൊ ഇങ്ങനെയുള്ള രണ്ടുപേരുടെ അടുത്ത് 1 മില്യൺ ബൗണ്ടി എന്നും പറഞ്ഞ് സുമതിനെ കാണിച്ചു കൊടുത്താൽ വിടും അവര്. സെക്കൻഡ് ട്രെയിലറിൽ പ്രഭാസ് പറയുന്നുണ്ട് ആ ഒറ്റ ബൗണ്ടി കിട്ടിയ സ്ട്രെയിറ്റ് ടു കോംപ്ലക്സ് ആണ്. ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഈ ലോകം മറച്ചിട്ടിട്ടാണെങ്കിലും അവര് അവളെയും കൊണ്ടേ പോകും. പോരാത്തതിന് പ്രഭാസിന്റെ ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ആളാണ്. സെന്റിമെന്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം പൊളിക്കില്ല. അശ്വത്ഥാമാവല്ല ദൈവം വന്നാലും ഒരു കാര്യം നടത്തണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. പടം മൊത്തം അശ്വത്ഥാമാവും ഭൈരവയും തമ്മിലുള്ള അടിയായിരിക്കുള്ളൂ. കൽക്കിയുടെയൊക്കെ ആദ്യം വന്ന ഈ പോസ്റ്റർ ഉണ്ടോ, ഇതിലൊരു കൈ പ്രഭാസിന്റെയും മറ്റേ കൈ അമിതാഭ് ബച്ചന്റെയും ആണെന്ന് നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് ട്രെയിലർ കൂടി കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഈ പടം മൊത്തം ഇവര് തമ്മിലുള്ള അടിയാണ്. പക്ഷെ കഥ ഇതുപോലൊന്നും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. പ്രഭാസ് കൽക്കി ആവാനുള്ള ചാൻസും ഉണ്ട്. കാരണം കൽക്കിയുടെ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടോ, ഹീറോസ് ആർ നോട്ട് ബോൺ ദേ റൈസ്. പോരാത്തതിന് അതിൽ പ്രഭാസിന്റെ കൈയാണ് കാണിക്കുന്നത്. കൽക്കിയുടെ ഒരു ചെറിയ പോർഷൻ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് മൃണാൽ താക്കൂറിനെ കാണാൻ പറ്റും. അതിൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്. അപ്പൊ അതായിരിക്കാം ചിലപ്പോൾ പ്രഭാസിന്റെ അമ്മ, ഒറിജിനൽ സുമതി. അപ്പൊ DQ ആരായിരിക്കും? കൽക്കിയുടെ അച്ഛനായിട്ടുള്ള വിഷ്ണു യശി ആയിരിക്കാം DQ ചെയ്യുന്ന റോൾ. കാരണം മൃണാൽ താക്കൂറും ദുൽഖർ സൽമാനും നല്ലൊരു പേരാണ് സീതാരാമത്തിൽ തന്നെ നമ്മൾ കണ്ടു. പോരാത്തതിന് പ്രഭാസിന്റെ പടമാണ്, പുള്ളിയാണല്ലോ നായകൻ. സോ പ്രഭാസ് കൽക്കി ആവാനുള്ള അത്യാവശ്യം നല്ല ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആരായിരിക്കും ദീപിക പദുകൊണ്ട് വയറ്റിലുള്ള ആ കുട്ടി? അത് മനു ആയിരിക്കും. ഹിന്ദുസം അനുസരിച്ച് ആദ്യം ജനിക്കുന്ന മനുഷ്യൻ. പക്ഷെ DQ കൽക്കി ആവാനുള്ള ചാൻസും ഇതുപോലെ തന്നെ ഹൈ ആണ്. കാരണം ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. പ്രഭാസ് മാത്രമായിരിക്കില്ല ഇതിലത്തെ നായകൻ. പോരാത്തതിന് പ്രഭാസിന്റെ പേര് തന്നെ നമുക്ക് എടുത്ത് നോക്കാം, ഭൈരവ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ശിവൻ. മഹാവിഷ്ണു ഓരോ യുഗത്തിലും അവതാരങ്ങൾ എടുക്കുമ്പോൾ സഹായിക്കാൻ വേണ്ടി ശിവനും വരാറുണ്ട്. ശിവന്റെ ഒരു അവതാരമായിരിക്കും പ്രഭാസിന്റെ ഭൈരവൻ. കൽക്കി ജനിക്കുന്ന വരെയുള്ള ഒരു കഥയാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഏകദേശം 9 പാർട്ട് ഉണ്ട് കൽക്കിക്ക്.